ഏകദേശം 11 മണിയോടുകൂടി പോലീസ് കമ്മീഷണറുടെ മുറിയിലേക്ക് ICICI ബാങ്കിനെ പ്രതിനിധീകരിച്ച് 2 ഉദ്യോഗസ്ഥരെത്തി. അവർ പറഞ്ഞു കേട്ട പരാതി കേട്ട പോലീസുകാർ പോലും ആകെ അമ്പരന്നു. ബാങ്കിന് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുമായി കണക്ഷനുണ്ട്. ആ സ്ഥാപനങ്ങളുടെയൊക്കെ അക്കൗണ്ടുകൾ ICICI ബാങ്കിനാണുള്ളത്. ബാങ്കിന് കണക്ഷനുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തികൾ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ആളുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തതിന്റെ ബില്ലുകൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് പണം അനുവദിക്കാറാണ് പതിവ്. പിന്നീട് ആ ബില്ലുകൾ കണക്ട് ചെയ്തിട്ടുള്ള ബ്രാഞ്ചുകളിൽ അയച്ചു കൊടുക്കുകയും അവിടെ നിന്ന് പണം അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ICICI ബാങ്കിന് ഒരു സർവീസ് ചാർജും ലഭിക്കാറുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആളുകൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ബില്ലുകൾക്കുള്ള തുക ICICI ബാങ്ക് അനുവദിക്കുകയും ആ കാർഡ് കേന്ദ്രീകരിച്ച് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്കിൽ നിന്ന് പിന്നീട് ICICI ബാങ്കിന് തുക അനുവദിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. എല്ലാ ബാങ്കിലും ക്രെഡിറ്റ് കാർഡ് മുഖേനയുള്ള പർച്ചേസിംഗ് ഈ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ഏതാനും നാളുകളായി പർച്ചേസിംഗ് തകൃതിയായി നടക്കുന്നതിനിടയിലായിരുന്നു അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ബാങ്കുകളിൽ നിന്നും ICICI ബാങ്കിന് നോട്ടീസുകൾ എത്തിയത്. അമേരിക്ക ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ആളുകൾ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നായിരുന്നു ബാങ്ക് നോട്ടീസ് അയച്ചത്. അതായത് നാട്ടിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസിംഗ് നടക്കുന്ന സമയത്ത് ആ വ്യക്തി അമേരിക്കയിലായിരുന്നു എന്നുള്ളതാണ് ICICI ബാങ്കിൽ നിന്നെത്തിയ വ്യക്തികൾ സൂചിപ്പിച്ചത്. അതുമാത്രവുമല്ല, അമേരിക്കയിലുള്ള വ്യക്തികളുടെ ക്രെഡിറ്റ് കാർഡുകൾ അവരുടെ കൈവശം തന്നെയുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരേ സമയം അതേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നാട്ടിലും പർച്ചേസ് നടത്താൻ സാധിക്കുന്നതെന്നായിരുന്നു ബാങ്കിനുണ്ടായിരുന്ന സംശയം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡിന്റെ യഥാർത്ഥ ഉടമകൾ കാർഡുമായി അമേരിക്കയിലിരിക്കുന്ന സമയത്ത് തന്നെ ഭൂലോകത്തിന്റെ മറുവശത്ത് അതേ കാർഡ് ഉപയോഗിച്ച് ഒരു പർച്ചേസ് നടക്കുകയാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര തരത്തിലുള്ള വമ്പൻ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് SP-ക്ക് ഉടൻ തന്നെ വ്യക്തമായി. ICICI ബാങ്കിനെ പ്രതിനിധീകരിച്ചെത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും പരാതി ഫയലിൽ സ്വീകരിച്ച കമ്മീഷണർ ഉടൻ തന്നെ വിവരം ഡിറ്റക്റ്റീവ് വിഭാഗത്തിനെ അറിയിക്കുകയും ചെയ്തു. തീർത്തും പുതുമയുള്ള ഒരു കേസാണ് ICICI ബാങ്കിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ICICI ബാങ്കിന് ഇത് കാരണം സംഭവിച്ചത്. ആളുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത സമയത്ത് ഷോപ്പുകൾക്ക് ICICI ബാങ്കിൽ നിന്നും പണം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ആ പണം പിന്നീട് ആ കാർഡുമായി ബന്ധിപ്പിച്ചുള്ള ബാങ്കുകളിൽ നിന്നും ക്ലെയിം ചെയ്തെടുക്കേണ്ടതാണ്. എന്നാൽ തങ്ങളുടെ അക്കൗണ്ട് ഹോൾഡേഴ്സ് കാർഡ് ഉപയോഗിച്ചിട്ടില്ല എന്ന് അമേരിക്കയിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ള കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കുകൾ പറയുകയും പണം അയച്ചു കൊടുക്കുകയും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ബാങ്കിന്റെ പണമാണ് നഷ്ടമായിരിക്കുന്നത്. ഷോപ്പുകൾക്ക് പണം നൽകിയ ICICIയുടെ ബ്രാഞ്ചുകൾ ശരിക്കും പെട്ടതുപോലെയായി. അവർ പോലും അറിയാതെ അവരുടെ കയ്യിൽ നിന്നും പണം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ബാങ്കിന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ. US-ലുള്ള ക്രെഡിറ്റ് കാർഡ് ഉടമകൾ അറിയാതെയാണ് പർച്ചേസിംഗ് നടന്നിരിക്കുന്നതെല്ലാം. അവരുടെ ക്രെഡിറ്റ് കാർഡുകൾ കൽക്കട്ടയിൽ വിവിധ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ആരൊക്കെയോ ഉപയോഗിച്ചിരിക്കുകയാണ്. കേസിന്റെ അന്വേഷണ ചുമതല ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ സൗമ്യ ബന്ധോപാധ്യയ്ക്കും അദ്ദേഹത്തോടൊപ്പം ടീമിനുമാണ്. ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തികൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ബില്ലുകളൊക്കെ ഷോപ്പ് ഉടമകൾ ബാങ്കിന് സബ്മിറ്റ് ചെയ്യുകയും തുക കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട്. അതല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും തങ്ങൾക്ക് അറിയുകയില്ല എന്ന് ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി. അന്വേഷണ ചുമതലയുള്ള സൗമ്യ ബന്ധോപാധ്യ ഇന്റർനെറ്റിൽ കാര്യമായൊരു തിരച്ചിൽ തന്നെ നടത്തി. വിശദമായൊരു പഠനം തന്നെ നടത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥയുടെ കണ്ണിൽ ATM കാർഡ് ശ്രദ്ധയിൽപ്പെടുന്നത്. ATM കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ആ കാർഡിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന കറുത്ത നിറത്തിലുള്ള ഒരു സ്ട്രിപ്പ്. ഈ മാഗ്നറ്റിക് സ്ട്രിപ്പാണ് ATM കാർഡിന്റെ സർവ്വപ്രധാനമായ ഭാഗം. ATM മെഷീനിലേക്ക് കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ മറ്റെന്തെങ്കിലും ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാർഡിന്റെ മുഴുവൻ ഡേറ്റയും ആ മെഷീൻ റീഡ് ചെയ്തെടുക്കും. ATM മെഷീനിലേക്ക് കാർഡുകൾ ഇൻസേർട്ട് ചെയ്ത ശേഷം ഏതൊരു വ്യക്തിയും ചെയ്യുന്ന ഒരേ ഒരു കാര്യം അവരവരുടെ പിന്നുകൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പിൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്യപ്പെടുന്ന പാടിന് മുകളിൽ നേർത്ത സുതാര്യമായ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചറിയുക പോലുമില്ല. പിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം പണവുമായി വ്യക്തി ATM കൗണ്ടർ വിട്ടുപോകുന്ന സമയത്തായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ ATM മെഷീനുള്ളിൽ ചെയ്തു വെച്ചിട്ടുള്ള തട്ടിപ്പുകാർ കൗണ്ടറിനുള്ളിലേക്ക് കയറിയതിനു ശേഷം നേരത്തെ ATM കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന സ്ലോട്ടിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള മെഷീനും അതുപോലെ തന്നെ പിൻ നമ്പറുകൾ ടൈപ്പ് ചെയ്യുന്ന പാടിന് മുകളിൽ ഒട്ടിച്ചിട്ടുള്ള നേർത്ത പേപ്പറുകളും ഇളക്കിയെടുത്തുകൊണ്ടു പോകുന്നത്. ഇവ രണ്ടുമുണ്ടെങ്കിൽ പുതിയൊരു കാർഡ് ജനറേറ്റ് ചെയ്യാൻ ഈസിയായി സാധിക്കുമെന്നുള്ളതാണ് തട്ടിപ്പിന്റെ മർമ്മപ്രധാനമായ ഭാഗം. പിൻ നമ്പറും കാർഡിന്റെ മുഴുവൻ വിവരങ്ങളും തട്ടിപ്പുകാർക്ക് കിട്ടുന്നതോടുകൂടിയാണ് അവർ പുതിയ കാർഡുകൾ ജനറേറ്റ് ചെയ്ത് അവയുപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയും പണം പിൻവലിക്കുകയും ചെയ്യുന്നത്. സാധനങ്ങൾ വാങ്ങുമ്പോൾ പണം പിൻവലിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പണം പോയതിന്റെ മെസ്സേജുകൾ ചെല്ലുന്നത് യഥാർത്ഥ കാർഡ് ഉടമകൾക്കായിരിക്കും. യഥാർത്ഥ ഉടമ മെസ്സേജ് കാണുമ്പോഴേക്കും കള്ളക്കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തികൾ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് കടന്നു കളഞ്ഞിരിക്കും. തട്ടിപ്പ് നടക്കുന്നത് 2 രാജ്യങ്ങളിലാണെങ്കിൽ പിന്നെ പറയേണ്ടതുമില്ല.
വിവരമറിയുന്നതിന് ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. അമേരിക്കയിൽ രാത്രിയായിരിക്കുന്ന സമയത്തായിരിക്കും മറുപുറത്തുള്ള രാജ്യക്കാർ തട്ടിപ്പ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുക. അമേരിക്കയിലുള്ള കാർഡുടമ വിവരമറിയുമ്പോഴേക്കും ഒരുപാട് വൈകുകയും ചെയ്യും. ഈ രീതിയിലായിരുന്നു കൽക്കട്ടയിലെ ICICI ബാങ്കിന്റെ ബ്രാഞ്ചുകളെ ആരൊക്കെയോ ചേർന്ന് വിദഗ്ധമായി പറ്റിച്ചത്. രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നെയ്തെടുത്തിരിക്കുന്ന അതിവിദഗ്ധമായ ഒരു തട്ടിപ്പാണിതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് ഏതാണ്ട് വ്യക്തമായി. പ്രദേശത്തുള്ള മുഴുവൻ കടകളിലും ഷോപ്പിംഗ് മാളുകളിലും പോലീസ് സംഘം വിശദമായ നിർദ്ദേശം തന്നെ നൽകി. ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉടമകളുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അക്കാര്യം ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയത്. അങ്ങനെ പോലീസ് അന്വേഷണം തകൃതിയായി നടക്കുന്നതിനിടയിലായിരുന്നു ഒരു ജുവലറി ഷോപ്പിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പോലീസിനെ തേടിയെത്തുന്നത്. ICICI ബാങ്കിന്റെ മാനേജർ തന്നെയായിരുന്നു ആ വിവരം പോലീസിനെ അറിയിച്ചത്. ഒരു ജുവലറി ഷോപ്പിൽ വിലപിടിപ്പുള്ള ഒരു മാല വാങ്ങാനെത്തിയ ചെറുപ്പക്കാരൻ ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡിൽ എന്തോ ചില സംശയങ്ങൾ തോന്നിയ ജുവലറി ഷോപ്പുകാർ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി കാർഡ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ചെറുപ്പക്കാരൻ സമർപ്പിച്ച ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി കേന്ദ്രീകരിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഒരു അന്വേഷണം നടത്തിയ സാഹചര്യത്തിൽ അത് ഫേക്ക് ആണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ICICI ബാങ്കിന്റെ മാനേജർ പോലീസ് സംഘത്തെ കാണാനെത്തിയത്. പോലീസിന്റെ കൈവശം എത്തിയ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പിയിൽ ഒരു ചെറുപ്പക്കാരന്റെ അവ്യക്തമായ ചിത്രമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ അത്ര വ്യക്തമല്ലാത്തതാണെങ്കിൽ പോലും ഒരു ചിത്രം പോലീസിന് ലഭിക്കുന്നത്. ചിത്രത്തിന് താഴെ മുഹമ്മദ് സിക്കന്ദർ എന്നായിരുന്നു പേരെഴുതിയിട്ടുണ്ടായിരുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ആയതുകൊണ്ട് തന്നെ പോലീസിന് അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഏകദേശം 10 ദിവസം പൂർത്തിയായപ്പോഴായിരുന്നു പോലീസിനെ തേടി മറ്റൊരു ഇൻഫർമേഷൻ എത്തിയത്. രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് ഒരു ഷോപ്പിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എത്തിയതാണ്. ലാപ്ടോപ്പ് വാങ്ങിയ ശേഷം ക്രെഡിറ്റ് കാർഡാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ബില്ല് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡിലെ നമ്പറിൽ എന്തോ ചില സംശയങ്ങൾ തോന്നിയ കടയുടമകൾ മറ്റേതെങ്കിലും കാർഡുണ്ടോ എന്ന് ആ ചെറുപ്പക്കാരോട് ചോദിച്ച സമയത്തായിരുന്നു രണ്ട് ചെറുപ്പക്കാരിൽ ഒരു വ്യക്തി മറ്റൊരു കാർഡുമായി താൻ ഉടനെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഈ സമയത്ത് പോലീസുകാർ നൽകിയിട്ടുള്ള വാണിംഗ് കടയുടമ ഓർക്കുകയും വിവരം ഉടൻ തന്നെ സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. അതിവേഗം തന്നെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള സംഘം കടയിലേക്ക് എത്തുകയും രണ്ടാമത്തെ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഷോപ്പിൽ നിന്ന് പോയ ചെറുപ്പക്കാരൻ 2 മണിക്കൂറായിട്ടും തിരികെ എത്താത്ത സാഹചര്യത്തിൽ ഷോപ്പിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനുമായി പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് എത്തുകയും അവനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്കുഷ് തിവാരി എന്ന് പരിചയപ്പെടുത്തിയ ചെറുപ്പക്കാരൻ ഞെട്ടിക്കുന്ന ചില കഥകളായിരുന്നു പോലീസിനോട് പറഞ്ഞത്. താനൊരു കോഫി ഷോപ്പിലിരുന്ന് ചില ഇലക്ട്രോണിക് സാധനങ്ങളുടെയൊക്കെ പടങ്ങൾ കാണുന്ന സമയത്തായിരുന്നു നേരത്തെ തനിക്കൊപ്പം ലാപ്ടോപ്പ് വാങ്ങാനെത്തിയ അഗർവാൾ എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്. ഇലക്ട്രിക് സാധനങ്ങളിൽ തനിക്ക് വലിയ പിടിപാടായിരിക്കുമെന്ന് കരുതി അഗർവാൾ എന്ന് പരിചയപ്പെടുത്തിയ ചെറുപ്പക്കാരൻ അയാൾക്കൊരു ലാപ്ടോപ്പ് വേണമെന്നാവശ്യപ്പെടുകയും അങ്കുഷ് തിവാരിയെയും കൂട്ടി കടയിലേക്ക് എത്തുകയുമായിരുന്നു. എന്നാൽ ലാപ്ടോപ്പ് വാങ്ങിയതിനു ശേഷം അഗർവാൾ കൊടുത്ത ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യാത്ത സാഹചര്യത്തിൽ മറ്റൊരു കാർഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കടയിൽ നിന്നും അഗർവാൾ പോയതാണ്. പിന്നീട് അയാളെ കണ്ടിട്ടേ ഇല്ല എന്നും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. ഈ സമയത്തായിരുന്നു പോലീസ് സംഘം നേരത്തെ ജുവലറി ഷോപ്പിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച വ്യാജ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി അങ്കുഷ് തിവാരിയെ കാണിക്കുന്നത്. അതിലെ മങ്ങിയിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോൾ ഏകദേശം അഗർവാളിന്റെ ഛായയുണ്ടെന്ന് തിവാരി പോലീസിനോട് മൊഴി നൽകുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അഗർവാൾ തന്നെയായിരിക്കും മുഹമ്മദ് സിക്കന്ദർ എന്ന് പോലീസ് വിലയിരുത്തി. തിവാരിയെ ചോദ്യം ചെയ്ത പോലീസ് സംഘം അയാളുടെ മൊഴികളിലൊന്നും വൈരുദ്ധ്യം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അയാളുടെ മേൽ കുറ്റമൊന്നും ചുമത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. നോർത്ത് കൽക്കട്ടയിലാണ് തന്റെ വീടെന്നായിരുന്നു തിവാരി പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ സ്റ്റേഷനിൽ നിന്നിറങ്ങിയ തിവാരി സൗത്ത് കൽക്കട്ടയ്ക്കുള്ള ബസ്സിലാണ് കയറിയത്. സംശയമൊന്നുമില്ല എന്ന് പോലീസ് സംഘം പറഞ്ഞെങ്കിൽ പോലും തിവാരിയെ രഹസ്യമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടി 2 പോലീസുകാരെ മഫ്തിയിൽ ഡ്യൂട്ടിക്കിട്ടിട്ടുണ്ടായിരുന്നു. തിവാരി കയറിയ അതേ ബസ്സിൽ തന്നെ മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് സംഘവും സൗത്ത് കൽക്കട്ടയ്ക്കുള്ള ബസ്സിൽ കയറി. അവിടെ ഒരു സ്റ്റോപ്പിലിറങ്ങിയ തിവാരി സമീപത്തുണ്ടായിരുന്ന വലിയൊരു കോഫി ഷോപ്പിലേക്ക് കയറിയതിനു ശേഷം 5 മിനിറ്റ് പിന്നിട്ടപ്പോൾ തിരികെ ഇറങ്ങുകയും നോർത്ത് കൽക്കട്ടയ്ക്കുള്ള ബസ്സിൽ കയറി പോവുകയും ചെയ്തു. ഈ സമയം മഫ്തിയിലുണ്ടായിരുന്ന 2 പോലീസുകാരിൽ ഒരാൾ തിവാരിയെ പിന്തുടർന്ന് അയാൾ കയറിയ ബസ്സിൽ തന്നെ കയറി. മറ്റേ പോലീസുകാരനാകട്ടെ നേരത്തെ തിവാരി കയറിയ കോഫി ഷോപ്പിൽ കയറി അവിടെ ഉണ്ടായിരുന്ന സപ്ലയറോട് തിവാരിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. തിവാരി ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷമായിരുന്നു അവിടെ നിന്നും പോയതെന്നും അയാൾ മാസത്തിൽ 1-2 തവണയൊക്കെ ഒറ്റയ്ക്കും ചിലപ്പോൾ സുഹൃത്തുക്കളുമായും ഇവിടെ വരാറുണ്ടെന്നുമൊക്കെ സപ്ലയർ പോലീസിന് മൊഴി നൽകി. തിവാരി പറഞ്ഞേൽപ്പിച്ച കാര്യം കേട്ട പോലീസുകാരൻ ആകെ അമ്പരന്നു. സുഹൃത്തുക്കൾ ആരെങ്കിലും തിവാരിയെ അന്വേഷിച്ച് ആ കോഫി ഷോപ്പിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അവരോട് തന്റെ വീട്ടിൽ നിന്നും ചില സാധനങ്ങൾ മോഷണം പോയത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ലാൽ ബസാറിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയെന്നും കേസ് രജിസ്റ്റർ ചെയ്തെന്നും പറയണമെന്നായിരുന്നു തിവാരി കോഫി ഷോപ്പിൽ പറഞ്ഞേൽപ്പിച്ചിരുന്നത്.
തിവാരിയുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് കോഫി ഷോപ്പിലുള്ള സപ്ലയറോട് പോലീസ് ചോദിച്ചു. പല ചെറുപ്പക്കാരും തിവാരിക്കൊപ്പം വരാറുണ്ടെന്നും എന്നാൽ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരന് 6 അടിയിലധികം പൊക്കമുണ്ടെന്നും അയാൾ ഒരു നൈജീരിയക്കാരനായ ഫുട്ബോൾ പ്ലെയർ ആണെന്നും പലപ്പോഴും മൈതാനത്തിൽ കളിച്ചതിനു ശേഷം ആ വേഷത്തിൽ തന്നെയാണ് കോഫി ഷോപ്പിലേക്ക് എത്താറുള്ളതെന്നും അതുകൊണ്ട് തന്നെ അയാളെ കണ്ടാൽ താൻ തിരിച്ചറിയുമെന്നും സപ്ലയർ പോലീസിനോട് പറഞ്ഞു. തങ്ങൾ വിചാരിച്ച ഒരു കഥാപാത്രമേ അല്ല തിവാരി എന്നും അവന് പിന്നിൽ പോലീസ് ഉണ്ടെന്ന് അവൻ അവന്റെ സുഹൃത്തുക്കളെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണെന്നും പോലീസിന് വ്യക്തമായി. അങ്കുഷിന് പല കാര്യങ്ങളും അറിയാമെങ്കിലും അയാളെ അതിവേഗം അറസ്റ്റ് ചെയ്താൽ അയാളെ ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ള കണക്ഷനിലുള്ള ആളുകളൊക്കെ തന്നെ സംഭവം അറിഞ്ഞ് സ്ഥലം വിടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അങ്കുഷിന്റെ അറസ്റ്റിലേക്ക് പോലീസ് സംഘം എത്തിയില്ല. പൂർണ്ണമായും അങ്കുഷ് തിവാരിയുടെ ആക്ടിവിറ്റീസും അയാളുടെ വീടുമൊക്കെ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുമാക്കി. തിവാരിക്കൊപ്പം അന്ന് ബസ്സിൽ കയറിയ ഡിറ്റക്റ്റീവ് അയാളുടെ വീടും പരിസരവും ഒക്കെ നോക്കിവെക്കുകയും ചെയ്തു. തിവാരിയുടെ സുഹൃത്തുക്കൾ കോഫി ഷോപ്പിൽ എത്തുന്ന സാഹചര്യത്തിൽ അവരെയൊക്കെ കൈയോടെ പിടികൂടുന്നതിനും നിരീക്ഷിക്കുന്നതിനുമൊക്കെയായി പോലീസ് സംഘം മഫ്തിയിൽ കോഫി ഷോപ്പിൽ ചുറ്റിത്തിരിയുകയും ചെയ്തു. പക്ഷേ 3-4 ദിവസം പിന്നിട്ടിട്ടും സുഹൃത്തുക്കൾ ആരും കോഫി ഷോപ്പിലേക്ക് എത്തിയതുമില്ല. തിവാരിയും സുഹൃത്തുക്കളും അറിഞ്ഞു കാണുമോ എന്ന് പോലീസിന് സംശയം തോന്നി. തിവാരി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അയാളുടെ മൂവ്മെന്റ്സ് മനസ്സിലാക്കാൻ പോലീസിന് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. പ്രദേശത്ത് ധാരാളം പബ്ലിക് ബൂത്തുകൾ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും അധികം പുറത്തിറങ്ങാത്ത തിവാരി പോലീസ് സംഘം തങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നുള്ള വിവരം സുഹൃത്തുക്കളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാകാമെന്ന് പോലീസ് വിലയിരുത്തി. കോഫി ഷോപ്പിലെ സപ്ലയർ പോലീസ് സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന വ്യാജ ID കാർഡിലെ വ്യക്തി അഗർവാൾ തന്നെയെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അത് മാത്രമല്ല, അഗർവാളിന് കൽക്കട്ടയിലെ മുല്ലാഖ് ബസാറിൽ ഒരു തുണിക്കടയുണ്ടെന്നുകൂടി അയാൾ പോലീസിന് മൊഴി നൽകി. തൊട്ടടുത്ത ദിവസം തന്നെ സിവിൽ ഡ്രസ്സിൽ സൗമ്യ ബന്ധോപാധ്യായ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ കൽക്കട്ട ഓഫീസിലേക്ക് എത്തി. അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് ഫസ്റ്റ് ഡിവിഷനിലും സെക്കൻഡ് ഡിവിഷനിലുമൊക്കെ മത്സരിക്കുന്ന നൈജീരിയൻ ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടോ എന്ന് തിരക്കി. നൈജീരിയൻ പ്ലെയേഴ്സിനെ ഒരു ടൂർണമെന്റിലേക്ക് വാടകയ്ക്കെടുക്കുന്നതിന് വേണ്ടിയാണ് താൻ എത്തിയിരിക്കുന്നതെന്നായിരുന്നു സൗമ്യ അസോസിയേഷനെ അറിയിച്ചത്. കോഫി ഷോപ്പിലെ വ്യക്തി പറഞ്ഞതനുസരിച്ച് നൈജീരിയക്കാരനായ പ്ലെയർ ബെൻസൺ എന്നൊരു വ്യക്തിയാണ്. ബെൻസൺ എന്നൊരു കളിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും അയാളെ കിട്ടുമോ എന്നറിയുന്നതിനു വേണ്ടിയാണ് താൻ എത്തിയിരിക്കുന്നതെന്നായിരുന്നു സൗമ്യ ബന്ധോപാധ്യായ അസോസിയേഷൻകാരെ അറിയിച്ചത്. അയാൾ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന വ്യക്തിയാണെന്നും അടുത്ത വർഷം ചിലപ്പോൾ ഫസ്റ്റ് ഡിവിഷനിലേക്ക് എത്തുമെന്നും നല്ലൊരു പ്ലെയർ ആണെന്നുമൊക്കെ അസോസിയേഷൻകാർ സൗമ്യയോട് പറയുകയും ചെയ്തു. ബെൻസണെ കാണുന്നതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് സൗമ്യ ചോദിച്ചപ്പോൾ തൊട്ടടുത്തുള്ള മൈതാനത്തിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ടെന്നും അവിടെ എത്തി മിൽട്ടൺ എന്നൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അതിവേഗം തന്നെ അയാൾ ബെൻസണെ പരിചയപ്പെടുത്തി തരുമെന്നുമായിരുന്നു അസോസിയേഷൻകാർ പറഞ്ഞത്. അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സൗമ്യ ഉടൻ തന്നെ ഹൂഗ്ലിയിലെ മൈതാനത്തെത്തുകയും മിൽട്ടൺ എന്ന വ്യക്തിയുമായി മനഃപൂർവ്വം ഒരു സൗഹൃദം സ്ഥാപിക്കുകയും ബെൻസണെ കണ്ടെത്തുകയും ചെയ്തു. ഗ്രൗണ്ടിൽ നിന്നും കളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബെൻസൺ തന്റെ വാഹനത്തിൽ കൽക്കട്ടയിലേക്ക് തിരിച്ചു. ബെൻസൺ അറിയാതെ തന്നെ പോലീസ് സംഘവും അയാളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോളോ ചെയ്ത പോലീസ് സംഘം ബെൻസന്റെ താമസ സ്ഥലം കണ്ടെത്തുകയും 1-2 പോലീസുകാരെ അവിടെ മഫ്തിയിൽ ഡ്യൂട്ടിക്ക് നിർത്തുകയും ചെയ്തു. അതിരാവിലെ ബൈക്കിലാണ് ഫ്ളാറ്റിൽ നിന്നും ബെൻസൺ കളിസ്ഥലത്തേക്ക് പോകാറുള്ളത്. സെൻട്രൽ കൽക്കട്ടയിലും അയാൾ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നുണ്ട്. ഒരേ സമയം 2 ഇടത്ത് താമസ സ്ഥലമാണ് അയാൾക്കുള്ളത്. സെൻട്രൽ കൽക്കട്ടയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയുടെ ഫ്ളാറ്റിലാണ് ബെൻസൺ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നത്. ആ സ്ത്രീയുടെ ഫ്ളാറ്റിൽ മറ്റ് നൈജീരിയക്കാരും അതേപോലെ പേയിങ് ഗസ്റ്റായി താമസിക്കാറുണ്ട്. അങ്ങനെയാണ് പോലീസ് സംഘം ഫ്ളാറ്റ് ഉടമയായ ലിൻഡയെ കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം നടത്താൻ തീരുമാനിക്കുന്നത്. 2-3 ദിവസമൊക്കെയാണ് പല നൈജീരിയക്കാരും ലിൻഡയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കാറുള്ളത്. എന്നാൽ അല്പം പ്രായം കൂടിയ ഒരു വ്യക്തി 3-4 ആഴ്ചകൾ ആ വീട്ടിൽ താമസിക്കാറുണ്ടെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഫ്ളാറ്റ് ഉടമയായ ലിൻഡയെ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് അവർക്കും സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായത്. ലാൻഡ് ഫോണാണ് സ്ഥിരമായി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ലാൻഡ് ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ സംശയിക്കത്തക്ക ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. ആ സമയത്തായിരുന്നു പോലീസ് സംഘത്തിന് ഇമെയിൽ വഴിയാകും അവരുടെ ചാറ്റിങ്ങുകളൊക്കെയെന്ന് ഒരു സംശയം തോന്നിയത്. ലിൻഡയുടെ ഇമെയിൽ ID മനസ്സിലാക്കിയ പോലീസ് സംഘം സൈബർ വിഭാഗത്തിന്റെ സഹായത്തോടു കൂടി അവരുടെ പാസ്വേഡ് ബ്രേക്ക് ചെയ്യുകയും ലിൻഡയുടെ ഇമെയിലിലേക്ക് എത്തിയിട്ടുള്ള സന്ദേശങ്ങളൊക്കെ വായിച്ചു നോക്കുകയും ചെയ്തു. നൈജീരിയക്കാരനായ പീറ്റർ എന്നൊരു വ്യക്തി നിരന്തരമായി ഇമെയിലുകൾ ലിൻഡയ്ക്ക് അയക്കുന്നതായി പോലീസ് കണ്ടെത്തി. പോലീസ് തിരയുന്ന പല ആളുകളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പീറ്റർ അയച്ചിട്ടുള്ള നിരവധി മെയിലുകളാണ് പോലീസ് സംഘത്തിന് കിട്ടിയത്. അക്കൂട്ടത്തിൽ സ്റ്റാൻലി റോഡ്രിക്സ് എന്നൊരു വ്യക്തി ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നും അയാളെ പ്രത്യേകം സേഫാക്കി നിർത്തണമെന്നും പീറ്റർ അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ATM തട്ടിപ്പ് അന്വേഷിച്ചിറങ്ങിയ പോലീസ് സംഘത്തിന് തങ്ങളുടെ അന്വേഷണം വേറെ ഏതോ റൂട്ടിലാണ് പോകുന്നതെന്ന് പോലും ഇടയ്ക്ക് തോന്നിപ്പോയി. ഇതിനോടിടയിൽ അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള പല വ്യക്തികളുടെയും ക്രെഡിറ്റ് കാർഡുകൾ ഇന്ത്യയിൽ തട്ടിപ്പിനുപയോഗിച്ചു എന്നുള്ള പരാതികൾ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. കൃത്രിമമായി ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും തട്ടിപ്പ് നടത്തിയതായുള്ള പരാതികളുടെ ഒരു കൂമ്പാരം തന്നെയാണ് സ്റ്റേഷനിലേക്ക് എത്തിയത്. എന്നാൽ പോലീസ് സംഘമാകട്ടെ നൈജീരിയയിൽ നിന്ന് എത്താൻ പോകുന്ന സ്റ്റാൻലി റോഡ്രിക്സ് എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രമാക്കി അന്വേഷണം ചുരുക്കുകയും ചെയ്തു. അന്വേഷണം എവിടെ തുടങ്ങണമെന്ന് സൗമ്യ ബന്ധോപാധ്യയ്ക്ക് ആകെ സംശയമായി.
അവർ വീണ്ടും ഇന്റർനെറ്റിന്റെ മുൻപിൽ തന്നെയാണ് എത്തിയത്. ഇന്റർനെറ്റിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല ATM തട്ടിപ്പുകളുടെ വാർത്തകളും അവർ പരതി നോക്കി. അവിടെ എവിടെയെങ്കിലും സ്റ്റാൻലി റോഡ്രിക്സിന്റെ പേര് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതായിരുന്നു സൗമ്യയുടെ അന്വേഷണം. നൈജീരിയയിൽ നിന്നും ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കൽക്കട്ടയിലേക്ക് സ്റ്റാൻലി റോഡ്രിക്സ് എന്നൊരു വ്യക്തി വന്നിട്ടുണ്ടോ എന്ന് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ പോലും ഒരു വിവരവും പോലീസിന് ലഭിച്ചില്ല. അങ്ങനെ ഒരു പേരുള്ള വ്യക്തിയെ കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞില്ലെന്ന് പറയാം. ഇതിനിടയിലായിരുന്നു ഇന്റർനെറ്റിൽ ATM തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ സൗമ്യ ബന്ധോപാധ്യ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സെർച്ച് ചെയ്യുന്നതിനിടയിലായിരുന്നു ATM തട്ടിപ്പിൽ നിന്നും നമ്മുടെ കാർഡുകളിലെ മാഗ്നറ്റിക് സ്ട്രൈപ്പ് റീഡർ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായൊരു ലേഖനം സൗമ്യയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ലേഖനത്തിന്റെ ആദ്യാവസാനം വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് മാഗ്നറ്റിക് സ്ട്രൈപ്പ് റീഡർ എങ്ങനെ സേഫ് ആക്കാം അഥവാ MSR എങ്ങനെ സേഫ് ആക്കാം എന്നുള്ളതായിരുന്നു. ആവർത്തിച്ച് ആ പേരുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു സൗമ്യ തന്റെ കിടക്കയിലേക്ക് വീണത്. മാഗ്നറ്റിക് സ്ട്രൈപ്പ് റീഡർ പോലെ തന്നെ തന്റെ മനസ്സിൽ പതിഞ്ഞ മറ്റൊരു പേരായിരുന്നു സ്റ്റാൻലി റോഡ്രിക്സ് എന്നുള്ളത്. മാഗ്നറ്റിക് സ്ട്രൈപ്പ് റീഡർ സേഫ് ആക്കുക എന്നുള്ളതും മിസ്റ്റർ സ്റ്റാൻലി റോഡ്രിക്സിനെ സേഫ് ആക്കുക എന്നുള്ളതുമായ നൈജീരിയക്കാരൻ പീറ്റർ ലിൻഡയ്ക്ക് അയച്ച മെയില് സൗമ്യ ബന്ധോപാധ്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴായിരുന്നു സൗമ്യയുടെ ചിന്തയിലേക്ക് ഒരു കാര്യം തെളിഞ്ഞു വന്നത്. പീറ്റർ അയച്ചിട്ടുള്ള മെയിലിൽ മിസ്റ്റർ സ്റ്റാൻലി റോഡ്രിക്സിനെ സേഫ് ആക്കുക അഥവാ MSR സേഫ് ആക്കുക എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്ട്രൈപ്പ് റീഡർ അഥവാ MSR സേഫ് ആക്കുക എന്ന് പറയുന്നതിന്റെ കോഡാണെന്നുള്ളതായിരുന്നു അവരുടെ ബുദ്ധിയിലേക്ക് തെളിഞ്ഞു വന്നത്. മാഗ്നറ്റിക് സ്ട്രൈപ്പ് റീഡർ എന്ന് പറയാതെ ഒരു കോഡ് ഭാഷയിൽ സ്റ്റാൻലി റോഡ്രിക്സ് എന്ന് പീറ്റർ ഉപയോഗിച്ചിരിക്കുന്നതാകാമെന്ന് സൗമ്യ ബന്ധോപാധ്യയ്ക്ക് ഒരു വെളിപാട് പോലെ മനസ്സിൽ തോന്നുകയും ചെയ്തു. ഒരുപക്ഷെ തന്റെ ചിന്തകൾ സത്യമായിരിക്കുമെന്ന് തന്നെ സൗമ്യ ചിന്തിക്കുകയും ഉടൻ തന്നെ ATM മിഷനുമായി കേന്ദ്രീകരിച്ച് വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരെ ആ രാത്രി തന്നെ തന്റെ ഫ്ളാറ്റിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തുകയും ചെയ്തു. സൗമ്യയുടെ സംശയം കേട്ടപ്പോൾ തന്നെ അതിൽ കാര്യമുണ്ടെന്ന് അത് കേട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്കും തോന്നി. മിസ്റ്റർ സ്റ്റാൻലി റോഡ്രിക്സ് ഒരു കോഡാണ്, അത് മാഗ്നറ്റിക് സ്ട്രൈപ്പ് റീഡറിന്റെ ഒരു കോഡ് തന്നെയാണെന്ന് അവർ ഉറപ്പാക്കി. അങ്ങനെയെങ്കിൽ ആ മിഷൻ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നുള്ള കോഡാണ് പീറ്റർ ലിൻഡയ്ക്ക് നൽകിയതെന്ന് പോലീസ് സംഘം വിലയിരുത്തി. ലിൻഡയുടെ ഫ്ളാറ്റ് റെയ്ഡ് ചെയ്ത് ആ മിഷൻ കണ്ടെത്തണമെന്ന് തന്നെ പോലീസ് തീരുമാനിച്ചു. ഇതിന്റെ എല്ലാ സൂത്രധാരൻ പീറ്റർ തന്നെയെങ്കിൽ അയാൾ പിടിക്കപ്പെടാതെ ഈ കേസ് എങ്ങും എത്തുകയില്ല എന്ന് പോലീസ് സംഘത്തിന് ഉറപ്പായിരുന്നു. ലിൻഡ വരെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം കേസ് അവസാനിക്കുകയില്ല. പീറ്ററിനെ കൈയോടെ പിടികൂടുക തന്നെ വേണമെന്ന് പോലീസ് തീരുമാനിച്ചു. പീറ്ററിന്റെ അവസാന മെയിലുകൾ അയാൾ 2 ആഴ്ചയ്ക്കകം തന്നെ ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ളത് സൂചിപ്പിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ പീറ്ററിന്റെ വരവ് കാത്തിരിക്കാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. ഇതിനോടിടയിൽ പല മാറ്റങ്ങളും ആ നാട്ടിൽ സംഭവിച്ചു. അങ്കുഷ് തിവാരി അവന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് നിരത്തിലേക്കിറങ്ങി. പോലീസിന് അവനിൽ ഒരു സംശയവുമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് വീട്ടിലിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് അവൻ നിരത്തിലേക്കിറങ്ങിയത്. എന്നാൽ പോലീസ് സംഘം മഫ്തിയിൽ തിവാരിയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അഗർവാൾ എന്ന വ്യക്തിയെയും പോലീസ് സംഘം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഹരിദ്വാറിൽ നിന്നും കൽക്കട്ടയിലെത്തി കുറേ ദിവസം മുങ്ങി നടന്നെങ്കിലും പോലീസ് തന്നെ അന്വേഷിച്ച് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഓപ്പണായി തന്നെ നിരത്തിലിറങ്ങി തുടങ്ങി. ഇപ്പോൾ കൽക്കട്ട മെട്രോ പ്ലാസയിലെ ഒരു തുണിക്കട അഗർവാളാണ് റൺ ചെയ്യുന്നത്. എന്നാൽ അഗർവാൾ അറിയാതെ തന്നെ മഫ്തിയിലുള്ള പോലീസ് സംഘം ആ തുണിക്കടയ്ക്ക് ചുറ്റും നിരീക്ഷണം നടത്തിക്കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ലിൻഡയെയും ഫുട്ബോൾ കളിക്കാരനായ നൈജീരിയൻ പ്ലെയർ ബെൻസണെയും ഒക്കെ പോലീസ് സംഘം തങ്ങളുടെ നിരീക്ഷണ വലയത്തിലാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നൈജീരിയയിൽ നിന്നും പീറ്റർ എത്താൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ലിൻഡയുടെ മെയിലിലൂടെ സൗമ്യ ബന്ധോപാധ്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ കാത്തിരുന്ന മെയിൽ കിട്ടുന്നത്. തന്റെ പ്രണയിനിയായ ലിൻഡയെ കാണുന്നതിന് വേണ്ടി പീറ്റർ കൽക്കട്ടയിലേക്ക് പറന്നിറങ്ങാൻ പോകുന്നു. സൗമ്യ ബന്ധോപാധ്യ ഉടൻ തന്നെ അവരുടെ ടീം അംഗങ്ങളെ 3 തിരിച്ചു. സൗമ്യയും സംഘവും പീറ്ററിനെ പിടികൂടുന്നതിനായി എയർപോർട്ടിലേക്ക് തിരിക്കും. ഇതേ സമയം തന്നെ തിവാരിയെയും അഗർവാളിനെയും 2ാമത്തെ സംഘവും ബെൻസണെ 3ാമത്തെ സംഘവും കൈയോടെ പിടികൂടും. പീറ്റർ എത്തുന്നത് ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ കൽക്കട്ടയിലേക്കാണ്. പീറ്ററിനെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ദുബായിൽ നിന്ന് പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിലായിരുന്നു 3 ടീം അംഗങ്ങളും അവരവരുടെ ഡ്യൂട്ടികൾ നടത്തുന്നതിനായി പിരിഞ്ഞത്. പോലീസ് സംഘം ഒരു കാറിൽ എയർപോർട്ടിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു കാറിൽ ലിൻഡ വന്നിറങ്ങുന്ന കാഴ്ച അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ സമയത്തായിരുന്നു വിമാനം ലാൻഡ് ചെയ്തു എന്ന് പോലീസ് സംഘം മനസ്സിലാക്കിയത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ ചെറുപ്പക്കാരനെ കണ്ട ഉടൻ തന്നെ ലിൻഡ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. പീറ്റർ അതുതന്നെയെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ലിൻഡയും പീറ്ററും മതിമറന്ന് എയർപോർട്ട് പരിസരത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അവരെ വളയുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അവരെ ഇരുവരെയും പോലീസ് സംഘം തങ്ങളുടെ വാഹനത്തിലേക്ക് കയറ്റി ലാൽ ബസാറിലുള്ള സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഇതേ സമയം തന്നെ അഗർവാളിനെയും തിവാരിയെയും പിടികൂടിയ പോലീസ് സംഘം അവരെയും ലാൽ ബസാറിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു.
പോലീസ് സംഘം ലിൻഡയുമായി അവരുടെ ഫ്ളാറ്റിലെത്തി ഒരു തിരച്ചിൽ നടത്തിയ സമയത്ത് തന്നെ മാഗ്നറ്റിക് സ്ട്രൈപ്പ് റീഡർ എന്ന മെഷീൻ കണ്ടെത്തുകയും ചെയ്തു. MSR 205 എന്ന ആ ഉപകരണം ലിൻഡയുടെ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ബെൻസന്റെ ഫ്ളാറ്റിൽ നിന്നും പോലീസ് സംഘത്തിന് നിരവധി ATM കാർഡുകളും കിട്ടി. അമേരിക്കൻ പൗരന്മാരുടെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ATM കാർഡുകളാണ് ബെൻസന്റെ ഫ്ളാറ്റിൽ നിന്നും പോലീസ് സംഘത്തിന് ലഭിച്ചത്. അതേ ഇനത്തിൽപ്പെട്ട കാർഡുകൾ പീറ്ററിന്റെ ബാഗിൽ നിന്നും പോലീസ് സംഘം കണ്ടെടുത്തു. പീറ്ററിന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ലാപ്ടോപ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി വിശദമായ പരിശോധന നടത്തി. അയാളുടെ മെയിലിൽ നിന്നും പീറ്റർ USA-ലുള്ള ജെയിംസ് എന്നൊരു വ്യക്തിക്ക് നിരവധി മെയിലുകൾ അയച്ചിട്ടുള്ളത് കണ്ടെത്തി. പീറ്ററിന് മുകളിൽ ജെയിംസ് എന്നൊരു വ്യക്തി കുറ്റവാളിയായിട്ടുണ്ടെങ്കിൽ അയാളെ പിടികൂടേണ്ടി വരുമല്ലോ എന്ന് പോലീസ് സംഘം കരുതി. ജെയിംസ് എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അയാൾ ഇന്ത്യയിലെ പൂനെയിലെ ബോസാരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തി. കൽക്കട്ടയിൽ നിന്ന് സൗമ്യ ബന്ധോപാധ്യായ സംഘവും ഉടൻ തന്നെ പൂനെയിലെ ബോസാരി പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ബോസാരി സ്റ്റേഷൻ പരിധിക്ക് സമീപമുള്ള ഗണേഷ്വാടി എന്നൊരു സ്ഥലത്ത് ജെയിംസ് ഉണ്ടെന്നുള്ളതാണ് ജെയിംസ് അയച്ചിട്ടുള്ള മെയിലുകളിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ടുള്ളത്. ഗണേഷ്വാടിയിലെത്തിയപ്പോഴാണ് അത് വലിയൊരു പട്ടണമാണെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായത്. പകൽ മുഴുവൻ അന്വേഷണം നടത്തിയെങ്കിലും ജെയിംസിനെ കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചില്ല. വൈകുന്നേരം ഒരു തട്ടുകടയിൽ നിന്ന് പോലീസ് സംഘം ചായ കുടിക്കുന്നതിനിടയിലായിരുന്നു തട്ടുകടക്കാരനോട് കറുത്ത നീഗ്രോകൾ ഇവിടെ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തിരക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന കറുത്ത നീഗ്രോകൾ ഈ സ്ട്രീറ്റിന്റെ മറുതലയ്ക്കൽ താമസിക്കുന്നുണ്ടെന്ന് ആ കടക്കാരൻ പോലീസിനോട് പറഞ്ഞപ്പോൾ തന്നെ പോലീസ് തങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കാണിക്കുകയും അന്വേഷണത്തിന്റെ ഭാഗമായി ചായക്കടക്കാരനോട് അവർക്കൊപ്പം കറുത്ത നീഗ്രോകൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് ഒന്ന് ചെല്ലണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ ആ വീട് വളയുകയും വീട് തുറന്ന് അകത്തേക്ക് കയറുകയും ചെയ്തു. വീടിനകത്ത് ഒരു മുറിയിൽ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് പോലീസ് സംഘം കണ്ടത്. പോലീസിനെ കണ്ടപ്പോൾ തന്നെ അവർ ചാടി എഴുന്നേറ്റെങ്കിലും ജെയിംസ് ആണെന്ന് കരുതി പോലീസ് സംഘം അയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ താൻ ജെയിംസ് അല്ല എന്നും തന്റെ പേര് ക്രിസ്റ്റഫർ എന്നാണെന്നും സമീപത്തിരിക്കുന്ന പെൺകുട്ടി താൻ വിവാഹം കഴിക്കാൻ പോകുന്ന നോവ എന്ന പെൺകുട്ടിയാണെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. തങ്ങൾ വൈകാതെ തന്നെ ദുബായിക്ക് പോവുകയാണെന്നും തങ്ങളുടെ വിവാഹമാണെന്നുമൊക്കെ അയാൾ പറയുകയും പാസ്പോർട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പോലീസ് സംഘത്തിന് മുൻപിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ക്രിസ്റ്റഫർ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള തെളിവുകളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചു. എന്നിരുന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരു വ്യക്തി നേരത്തെ ജെയിംസ് എന്ന് വിളിച്ച് പോലീസ് സംഘം അറസ്റ്റ് ചെയ്യാൻ തുനിഞ്ഞപ്പോൾ ക്രിസ്റ്റഫറിന് സമീപത്ത് നിൽക്കുന്ന നോവ എന്ന സ്ത്രീ ഒന്ന് ഞെട്ടുന്നതും സമീപത്തിരുന്ന പെട്ടിയിലേക്ക് പെട്ടെന്ന് സൂക്ഷിച്ചു നോക്കുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ തറയിലിരുന്ന പെട്ടി പോലീസ് സംഘം ഉടൻ തന്നെ ഡൈനിങ് ടേബിളിലേക്ക് എടുത്തുവെച്ച് ഒന്ന് പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു. ദുബായിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുത്തുവെച്ചിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. പെട്ടി വിശദമായി പരിശോധിച്ചപ്പോൾ പെട്ടിക്കുള്ളിൽ നിന്നും പ്രായമായ ഒരു പുരുഷന്റെ ഫോട്ടോ പോലീസ് സംഘത്തിന് ലഭിച്ചു. നോവയെ ചോദ്യം ചെയ്തപ്പോൾ അത് ജെയിംസ് ആണെന്നും ജെയിംസ് തങ്ങളുടെ സുഹൃത്താണെന്നും അയാളുടെ ഫ്ളാറ്റാണിതെന്നും അയാൾ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണെന്നും 2 ദിവസത്തിനകം മടങ്ങി വരുമെന്നുമൊക്കെ അവർ പോലീസിന് മൊഴി നൽകി. ചെന്നൈക്കാരിയായ നോവ ക്രിസ്റ്റഫറിനെ വിവാഹം ചെയ്ത് പൂനെയിൽ നിന്നും ദുബായിലേക്ക് പോവുകയാണ്. അവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദുബായ് പോക്ക് മുടങ്ങുകയും ചെയ്യും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥയായ സൗമ്യ ബന്ധോപാധ്യായ വളരെ മനോഹരമായ ഒരു ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്തു. ജെയിംസിനെ പിടികൂടാൻ സഹായിച്ചാൽ അല്ലെങ്കിൽ അയാൾ അവിടേക്ക് എത്തുന്ന വിവരം പോലീസിന് കൈമാറുകയാണെങ്കിൽ നോവയെയും ക്രിസ്റ്റഫറിനെയും സുരക്ഷിതമായി തന്നെ ദുബായിൽ എത്തിക്കാമെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ നോവയ്ക്കും ക്രിസ്റ്റഫറിനും വാക്ക് നൽകിയത്. സമ്മതിക്കാത്ത പക്ഷം അവരുകൂടി ഈ കേസിൽ പ്രതികളാകുമെന്ന് പോലീസ് സംഘം പറഞ്ഞതോടുകൂടി പോലീസിന്റെ നിർദ്ദേശം അനുസരിക്കാൻ തന്നെ നോവയും ക്രിസ്റ്റഫറും തീരുമാനിച്ചു. ക്രിസ്റ്റഫറിന് ജെയിംസിനെ പരിചയമുണ്ടെന്നേ ഉള്ളൂ. അയാളുടെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ക്രിസ്റ്റഫറിന് അറിവുള്ള കാര്യമല്ല. അത് വ്യക്തമായതുകൊണ്ട് തന്നെയാണ് സൗമ്യ ബന്ധോപാധ്യായ അങ്ങനെ ഒരു നിർദ്ദേശം അവർക്ക് മുൻപിൽ വെച്ചത്. ക്രിസ്റ്റഫറിനും കൂട്ടർക്ക് നിർദ്ദേശം നൽകിയ പോലീസ് സംഘം അവിടെ നിന്ന് കൽക്കട്ടയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. 2 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അവർ കാത്തിരുന്ന ഫോൺ കോൾ ക്രിസ്റ്റഫറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. ദില്ലിയിലേക്ക് പോയ ജെയിംസ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നും അയാൾ നല്ല ഉറക്കത്തിലാണെന്നും നാളെ വൈകുന്നേരത്തോടുകൂടി അയാൾ മുംബൈയിലേക്ക് പോകുമെന്നുമായിരുന്നു ക്രിസ്റ്റഫർ പോലീസിനെ അറിയിച്ചത്. രാത്രി 1:30 തന്നെ കൽക്കട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം ജെയിംസിന്റെ വീട്ടിലേക്ക് എത്തി. പോലീസ് സംഘം കോളിംഗ് ബെൽ അടിച്ച മാത്രയിൽ തന്നെ നോവയായിരുന്നു വാതിൽ തുറന്നത്. കൂടുതൽ ചോദ്യോത്തരങ്ങൾക്കൊന്നും നിൽക്കാതെ തന്നെ സൗമ്യ ബന്ധോപാധ്യായും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും ആ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറുകയും മുറിയിലുണ്ടായിരുന്ന ജെയിംസിനെ കൈയോടെ തന്നെ പിടികൂടുകയും ചെയ്തു. ജെയിംസിന്റെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്ത ബാഗിനുള്ളിൽ നിന്നും ലാപ്ടോപ്പുകളും നിരവധി ക്രെഡിറ്റ് കാർഡുകളും പോലീസിന് ലഭിച്ചു. ലാപ്ടോപ്പ് വിശദമായി പരിശോധിച്ചപ്പോൾ നിരവധി അമേരിക്കൻ പൗരന്മാരുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ അതിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യവും പോലീസിന് വ്യക്തമായി. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത മാഗ്നറ്റിക് സ്ട്രൈപ്പ് റീഡർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ആ ലാപ്ടോപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു ടെക്നീഷ്യൻ കൂടിയാണ് ജെയിംസ് എന്ന് ആ ലാപ്ടോപ്പിലൂടെ കടന്നുപോയ സൗമ്യ ബന്ധോപാധ്യയ്ക്ക് സംഘത്തിനും വ്യക്തമായി. ജെയിംസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം അയാളുമായി കൽക്കട്ടയിലെത്തി. അങ്കുഷ് തിവാരിയും അഗർവാളും ലിൻഡയും പോലീസിന്റെ മാപ്പ് സാക്ഷികളായി. അവർ പോലീസിന് അനുകൂലമായ മൊഴിയാണ് നൽകിയത്.
ഭർത്താവ് മരിച്ച ലിൻഡ കൽക്കട്ടയിലെ ഒരു ചർച്ചിൽ വെച്ചാണ് പീറ്ററിനെ പരിചയപ്പെടുന്നതും അവർ തമ്മിൽ പ്രണയത്തിലാകുന്നതും. തട്ടിപ്പ് നടത്തുന്നതിനു വേണ്ടി നൈജീരിയക്കാരെ ലിൻഡയുടെ ഫ്ളാറ്റിലേക്ക് അതിവിദഗ്ധമായി എത്തിക്കുക എന്നുള്ള ദൗത്യമായിരുന്നു പീറ്റർ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ലിൻഡയും ആ തട്ടിപ്പിന്റെ ഭാഗമാവുകയായിരുന്നു. തന്റെ ഫ്ളാറ്റിൽ താമസിക്കുന്ന നൈജീരിയക്കാരൊക്കെ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം പോലും ലിൻഡയ്ക്ക് അറിവില്ലായിരുന്നു. കൽക്കട്ട പോലീസ് സംഘം കളക്ട് ചെയ്ത മുഴുവൻ വിവരങ്ങളും അമേരിക്കയിലെ FBI അറിയിക്കുകയും അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേർ അറസ്റ്റിലാവുകയും ചെയ്തു. കൽക്കട്ട പോലീസിന്റെ വലിയൊരു ഇടപെടൽ കൊണ്ട് FBIക്ക് നിരവധി പ്രതികളെ പിടികൂടാൻ സാധിച്ചു. വിചാരണ കഴിഞ്ഞപ്പോൾ പീറ്ററിനും ബെൻസണും അതുപോലെ തന്നെ ജെയിംസിനും 10 വർഷത്തെ തടവാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. തിവാരിയെയും ലിൻഡയെയും അഗർവാളിനെയും കോടതി വെറുതെ വിടുകയും ചെയ്തു.